കൊല്ലത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. പത്തനാപുരം, അഞ്ചൽ എന്നിവിടങ്ങളിലാണ് കരിങ്കൊടി വീശിയത്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. ലിജോ റോളൻസിന്റെ വിശദാംശങ്ങളുമായി. ലിജോ, ലിജോ റോളൻസിന്റെ വിശദാംശങ്ങളുമായി. ലിജോ, ഇത് എപ്പോൾ നടന്ന പ്രതിഷേധമാണ്? മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം? ജീന, മുഖ്യമന്ത്രിക്ക് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം MC റോഡിലൂടെ തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്ന സമയത്തായി രണ്ട് സ്ഥലങ്ങളിലായിരുന്നു കൊല്ലം ജില്ലയിൽ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരെ നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. അതായത് പത്തനാപുരത്തും അഞ്ചലിലുമായിരുന്നു പ്രതിഷേധം. ഇവർ ഉയർത്തുന്ന വിഷയങ്ങൾ ഇതായിരുന്നു. ആശാസമരം ഇതുവരെയും ഒത്തുതീർപ്പാക്കിയിട്ടില്ല. മാത്രവുമല്ല, മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കുൾപ്പെടെ അന്വേഷണത്തിലേക്ക് കടക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം നടത്തിയത്. പത്തനാപുരത്ത് ആദ്യം പ്രതിഷേധത്തിനെത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിയാതെ വന്നു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തുന്ന സമയത്തേക്ക് അവർ ഇവിടേക്ക് വീണ്ടും പ്രതിഷേധവുമായി എത്തി. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അഞ്ചലിലെയും പ്രതിഷേധം. ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തുമ്പോൾ അതിന് മുന്നിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട് കരിങ്കൊടി വീശിക്കൊണ്ട് പ്രതിഷേധ കറുത്ത ഷർട്ട് ഉൾപ്പെടെ വീശിക്കൊണ്ടായിരുന്നു പ്രതിഷേധം വരുത്തിയത്. ഈ പ്രവർത്തകരെല്ലാം പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തു. ജീന, ആശാസമരം അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു KSU യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വിശദാംശങ്ങളാണ് ലിജോ റോളൻസ് നൽകിയത്.